അല്ല, അങ്ങ് എന്താ അയാളോട് പറഞ്ഞത്? പാർട്ടി അംഗങ്ങളെ തിരിച്ചു കൊടുത്താൽ നമ്മൾ ശക്തി പറയില്ല സഖാവേ. എടോ നമ്പ്യാരെ, വേണ്ടത് ചെയ്യാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവരെ വിട്ടുകൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പോറ്റി സഖാവ് പറയുന്നല്ലാതെ എന്റെ ഈ തലയിൽ ഒന്നും നിൽക്കില്ല. ദാറ്റ് ഇസ് മൈ വീക്കെൻഡ്. എങ്കിൽ പഠിച്ചോളൂ. എടോ, ചാക്കോ, അനന്തൻ, ഗൗതമി തുടങ്ങിയവർ ഭൂഷാവർഗത്തിൽ പെടുന്നവരാണ്. അവരെ സ്ഥിരമായി പാർട്ടിയിൽ നിർത്താൻ നമുക്ക് ഉടനെ ചില തന്ത്രങ്ങൾ നടപ്പിലാക്കണം. അങ്ങാണല്ലോ മഹാതന്ത്രി. വിളിക്കാതെ പറയുന്നത് ശ്രദ്ധിക്കണം. ചാക്കോ ക്രിസ്ത്യാനി, അനന്തനും ഗൗതമിയും പിന്നോക്ക ഹിന്ദുക്കൾ. ഒറ്റ പ്രയോഗത്തിന് നമുക്ക് ലഭിക്കേണ്ടത് ഇരട്ട ഫലങ്ങളായിരിക്കണം. നമ്മുടെ കൊടിയുടെ നിറം എന്താ? ചുവപ്പ്. ചുവപ്പെന്ന ചോര. ചോര കൊണ്ട് വേണം നമുക്ക് പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാൻ. അടുത്ത ആഴ്ച വയലാർ രക്തസാക്ഷി ദിനമല്ലേ? അന്ന് തന്നെ ആവട്ടെ. അന്ന് ജയിലിനുള്ളിൽ ചെങ്കൊടി പാറണം. അയ്യോ, ജയിലിൽ ചെങ്കൊടി വെക്കാനോ? അപ്പൊ അവരെ പോലീസ് അടിച്ച് ചമ്മന്തിയാക്കില്ല സഖാവേ? അത് തന്നെയാണ് നമുക്ക് ആവശ്യം. അടി നടക്കണം. അടി കൊള്ളുന്നവനൊക്കെ നമ്മുടെ പാർട്ടിയുടെ അടിത്തറ കല്ലുകളാവണം. ആര് വിചാരിച്ചാലും പിന്നെ അവർ നമ്മളെ വിട്ടു പോവില്ല. മാത്രമല്ല, അവരുടെ സമുദായങ്ങൾ ഇന്നത്തെ ഭരണത്തിനെതിരായി മാറുകയും ചെയ്യും. ജയിലിൽ കൊടിവെക്കിയതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കടമകളെ കുറിച്ചൊക്കെ എനിക്കും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, കൊടി പൊക്കിയാൽ സംഗതി ആകെ വഷളാവും. അടി നടക്കും. നമ്മോടൊപ്പം സ്ത്രീ തടവുകാരുമുണ്ട്. ഒരുപക്ഷെ അവരുടെ കാര്യം പോറ്റി സാർ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. അത്രയ്ക്ക് ദീർഘവീക്ഷണമില്ലാത്ത ആളാണോ അദ്ദേഹം? ഏതായാലും നമുക്കിതനുസരിക്കാം. അങ്ങനെയാണെങ്കിൽ കൊടി എവിടെ നിന്ന് സംഘടിപ്പിക്കും? അതൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ചോര കൊണ്ട് തന്നെ നമുക്ക് ചെങ്കൊടി ഉണ്ടാക്കാം.